ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 27 വെള്ളിയാഴ്ചയാണ്. ആദ്യം US മാർക്കറ്റുകളിൽ നിന്ന് ആരംഭിക്കാം. ഇന്നലെ ശക്തമായ നിലയിലാണ് US മാർക്കറ്റുകൾ ക്ലോസ് ചെയ്യുന്നത്. എന്നാൽ US മാർക്കറ്റുകളെക്കാൾ ശക്തമായാണ് യൂറോപ്യൻ മാർക്കറ്റുകൾ ക്ലോസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ജർമ്മൻ മാർക്കറ്റ് DAX 1.69% ഉയർന്നത്. ഫ്രാൻസ് മാർക്കറ്റ് CAC 2.5% ഉയർന്നു. ഇന്നലെ വലിയ ഇടിവ് നേരിട്ടത് ക്രൂഡ് ഓയിലായിരുന്നു. ഏകദേശം 3% ഇടിഞ്ഞു. ഡിസംബറിൽ ഉൽപ്പാദനം വെട്ടിക്കുറയ്ക്കാൻ ഒരുങ്ങി സൗദി എന്ന വാർത്ത പുറത്തു വന്നതോടെയാണ് ഓയിൽ പ്രൈസുകളിൽ വലിയ ഇടിവ് നേരിട്ടത്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ ഒരു 45 പോയിന്റ്സ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിനാണ് ഇന്ന് നിഫ്റ്റിയിൽ സാധ്യതയുള്ളത്. കൂടാതെ ഇന്നലെ ധനമന്ത്രാലയത്തിന്റെ പ്രതിമാസ സാമ്പത്തിക റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി വരുന്നത് ഷുഗർ, എത്തനോൾ പ്രൈസുകളിൽ വർധനവുണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് ഗവൺമെന്റ് സൂചന നൽകിയിരിക്കുന്നു. കൂടാതെ ഇന്ന് നിഫ്റ്റി 50 സൂചികയിൽ ചില മാറ്റങ്ങൾ വരുന്നുണ്ട്. ഡിവിസ് ലാബ്, L&T, മൈൻട്രി എന്നിവയ്ക്ക് പകരമായി ട്രെൻഡും ഭാരത് ഇലക്ട്രോണിക്സും ഇന്ന് അതിൽ ചേർക്കപ്പെടും. അപ്പോൾ ഒത്തിരിയേറെ പ്രധാനപ്പെട്ട വാർത്തകളുള്ള ദിവസമാണ്. വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. മാത്രമല്ല, ഇന്നത്തെ നമ്മുടെ ലൈക്ക് ടാർഗറ്റ് 150 ലൈക്സ് ആണ്. അപ്പോൾ എല്ലാവരും ആ ലൈക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതിനായി ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. മാത്രമല്ല, നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ആദ്യം ധനമന്ത്രാലയത്തിൻ്റെ മന്ത്ലി എക്കണോമിക് റിപ്പോർട്ട് ഇന്നലെ പുറത്തു വന്നിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് ഹൈലൈറ്റുകളിലേക്ക്. ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയുന്നത്, ഗ്രാമീണ വരുമാനത്തെ പിന്തുണയ്ക്കുന്ന കാലാവസ്ഥാ ആഘാതങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഭക്ഷ്യവില പണപ്പെരുപ്പം, അതായത് ഫുഡ് ഇൻഫ്ലേഷൻ, നേരിയ തോതിൽ മാത്രമായി തുടരും എന്ന് പറയുന്നു. ഇപ്പോൾ നമ്മുടെ എക്കോണമിയെ സംബന്ധിച്ച് വളരെ ഒരു പോസിറ്റീവ് ഫാക്ടർ ഉള്ളത്, ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും കുറഞ്ഞ എണ്ണവില സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് വളരെ നല്ല കാര്യം തന്നെയാണ്. കൂടാതെ നമ്മുടെ എക്കോണമിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായി നിന്നത് ഫുഡ് ഇൻഫ്ലേഷൻ ആയിരുന്നു. എന്നാൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ 5.66% എന്ന നിലയിലായിരുന്നു ഫുഡ് ഇൻഫ്ലേഷൻ പുറത്തു വന്നത്. 2023 ജൂണിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലായിട്ടാണ് ഈ ഡാറ്റ പുറത്തു വന്നത്. ഇതും പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. ഇനി മറ്റൊരു കാര്യം കൂടി പറയുന്നത്, ഓട്ടോ FMCG സെക്ടറുകളിൽ ഒരു മോഡറേറ്റ് സെയിൽസ് മാത്രമാണ് ഇപ്പോൾ കാണുന്നത്. എന്നാൽ ഇനി വരാനിരിക്കുന്നത് ഒരു ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ട് തന്നെ ഈ ഓട്ടോ FMCG സെക്ടറുകളിൽ വലിയ ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ ഇനി വരാനിരിക്കുന്ന ഫെസ്റ്റിവൽ സീസണിൽ വലിയ തിരിച്ചുവരവ് തന്നെയാണ് പല സെക്ടറുകളും പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ ഓട്ടോ FMCG സെക്ടറുകളൊക്കെ നിങ്ങൾ ഫോക്കസിൽ വെക്കുക. മറ്റൊരു വാർത്തയുള്ളത്, എത്തനോൾ, പഞ്ചസാര എന്നിവയുടെ വിലയിൽ വർധനവുണ്ടാകുമെന്ന് സർക്കാർ സൂചന നൽകുന്നു. എത്തനോളിന്റെ ആഭ്യന്തര വിലയും പഞ്ചസാരയുടെ മിനിമം സപ്പോർട്ട് പ്രൈസും സർക്കാർ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. പഞ്ചസാരയുടെ കാര്യം തന്നെയാണ് പ്രധാനപ്പെട്ടത്. കാരണം 2019 ശേഷം മിനിമം സപ്പോർട്ട് പ്രൈസിൽ ഇതുവരെ മാറ്റം വരുത്തിയിട്ടില്ല. ഇതുകൂടാതെ ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനും കാർബൺ ഉദ്വമനം കുറയ്ക്കുന്നതിനുമായി കരിമ്പ് അല്ലെങ്കിൽ ചോളം പോലുള്ള സസ്യ വസ്തുക്കളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ജൈവ ഇന്ധനങ്ങളുടെ എത്തനോൾ പെട്രോളിയമായി കലർത്തുന്ന പ്രക്രിയയാണ് എത്തനോൾ ബ്ലെൻഡിംഗ് എന്നത്. ഈ എത്തനോൾ ബ്ലെൻഡിംഗ് 2013-14 സാമ്പത്തിക വർഷത്തിൽ വെറും 1.3% എന്നാൽ അതിപ്പോൾ വർദ്ധിപ്പിച്ച് 2023-24 സാമ്പത്തിക വർഷം ഒക്കെ ആയപ്പോൾ 13.6% ഉയർന്നിരുന്നു. 2025-26 വർഷത്തോടെ പെട്രോളിയം 20% എത്തനോൾ കലർത്തുക എന്ന ലക്ഷ്യത്തിലെത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഈ ഒരു വാർത്ത ഷുഗർ കമ്പനികളെ സംബന്ധിച്ചും എത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളെ സംബന്ധിച്ചും വളരെ പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. കുറച്ച് കമ്പനികൾ നമുക്കൊന്ന് നോക്കിയാൽ, ബൽറാംപൂർ ചീനി മിൽസ്, ശ്രീ രേണുക ഷുഗേഴ്സ്, EID പാരി, ഡാൽമിയ ഭാരത് ഷുഗർ തുടങ്ങിയ കമ്പനികൾക്ക് പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ചും, അതായത് പ്രാജ് ഇൻഡസ്ട്രീസ്, ബന്നാരി അമൻ ഷുഗേഴ്സ് തുടങ്ങിയ കമ്പനികൾക്കും പോസിറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു വാർത്തയാണിത്. ഈ പറഞ്ഞ കമ്പനികളുടെ പേരോ സെക്ടറുകളുടെ പേരോ ഒന്നും തന്നെ റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം ന്യൂജൻ സോഫ്റ്റ്വെയർ എന്ന കമ്പനിയാണ്. 25 കോടി രൂപയ്ക്ക് പുതിയ ഒരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്തത് പിരാമൽ എന്റർപ്രൈസസ് എന്ന കമ്പനിയുടെ യൂണിറ്റായ സ്വത്ത് ഷാക്കുബ റിയാലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡിനെ 1.87 ബില്യൺ രൂപയ്ക്ക് വിറ്റതായി കമ്പനി അറിയിച്ചു. അടുത്തത് നുവാമ വെൽത്ത് മാനേജ്മെന്റ് എന്ന കമ്പനിയാണ്. എഡൽ ഫിനാൻസ് കമ്പനിയും ഇക്യാപ് ഇക്വിറ്റീസും നുവാമ വെൽത്ത് മാനേജ്മെന്റിലെ 6.4% ഇക്വിറ്റി ഓഹരികൾ ഒരു ബ്ലോക്ക് ഡീലിലൂടെ വിൽക്കാൻ സാധ്യതയുണ്ട് എന്ന വാർത്ത CNBC TV18 റിപ്പോർട്ട് ചെയ്യുന്നു. ഫ്ലോർ പ്രൈസായി നിശ്ചയിച്ചിരിക്കുന്നത് 6,455 രൂപയാണ്. ഇതിന്റെ ഒരു സൈസ് എന്ന് പറയുന്നത് 1,464.8 കോടി രൂപയുമാണ്. അടുത്തതായി റൈറ്റ്സ് എന്ന കമ്പനിയാണ്. ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനിൽ നിന്ന് 57.58 കോടി രൂപയുടെ പുതിയ ഒരു പ്രൊജക്ട് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്തത് LIC ആണ്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. സുന്ദർ കൃഷ്ണ
കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സ്ഥാനം സെപ്റ്റംബർ 25-ന് രാജിവെച്ചു. മറ്റൊരു കമ്പനി ഇന്ത്യൻ ബാങ്കാണ്. നിലവിലെ അല്ലെങ്കിൽ തുടർന്നുള്ള സാമ്പത്തിക വർഷത്തിൽ ഒന്നോ അതിലധികമോ തവണകളായി 5000 കോടി രൂപ വരെയുള്ള അധിക ദീർഘകാല ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ടുകൾ സമാഹരിക്കുന്നതിന് ബാങ്കിന്റെ ബോർഡ് അംഗീകാരം നൽകി. മറ്റൊരു കമ്പനി സിസ്റ്റമാറ്റിക് കോർപ്പറേറ്റീവ് സർവീസസ് ആണ്. ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിന് ശേഷം സ്റ്റോക്ക് സ്പ്ലിറ്റ് ഷെയർ ഹോൾഡേഴ്സ് അംഗീകരിച്ചു കഴിഞ്ഞു. അടുത്തത് റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ്. കമ്പനിക്ക് പുതിയ ഒരു ഓർഡർ റൂറൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് മന്ത്രാലയ മഹാരാഷ്ട്രയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. 155.72 കോടി രൂപയുടേതാണ് ഈ പ്രൊജക്റ്റ്. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, സെപ്റ്റംബർ 27 മുതൽ, അതായത് ഇന്ന് മുതൽ നിഫ്റ്റി 50 സൂചികയിൽ ഡിവിസ് ലാബ്, L&T, മൈൻട്രി എന്നിവയ്ക്ക് പകരമായി ട്രെൻഡും ഭാരത് ഇലക്ട്രോണിക്സുമായിരിക്കും ഉണ്ടായിരിക്കുക. F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ഒന്നും തന്നെയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത്, ഇന്ന് റിസൾട്ട് വരുന്ന 2 കമ്പനികളുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ക്രോസ്, ജംന ഓട്ടോ ഇൻഡസ്ട്രീസ് എന്നിവയാണ്. ഇനി നമ്മുടെ ഹൈലൈറ്റ് സെഷനായ ലൈവ് സെഷൻ രാവിലെ 11 മണി മുതൽ 3:30 വരെ ആയിരിക്കും പതിവ് പോലെ ഉണ്ടായിരിക്കുക. അപ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് പഠിച്ചുകൊണ്ട് ട്രേഡ് ചെയ്യാൻ കഴിയുന്ന ഒരു അവസരമാണ്. എല്ലാവരും അത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇനി നമ്മുടെ ലൈവ് കാണാൻ സാധിക്കാത്ത സ്റ്റുഡൻസിന് നമ്മുടെ എഡ്യൂക്കേഷണൽ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. തൊട്ടുമുകളിൽ ഇവിടെ നമ്മളൊരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ചതിന് ശേഷം നിങ്ങൾക്ക് ആ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നലെ മാർക്കറ്റിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. നിഫ്റ്റി വീണ്ടും പുതിയ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തു. മിഡ് ക്യാപ് ഇൻഡെക്സ് അവസാന മണിക്കൂറിൽ ഒരു റിക്കവറി നടത്തി ഫ്ലാറ്റ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ബാങ്കും പുതിയ റെക്കോർഡ് ഹൈ ആണ് ടച്ച് ചെയ്തത്. എല്ലാ സെക്ടറുകളും ഇന്നലെ നേട്ടത്തിലായിരുന്നു നിഫ്റ്റിയിൽ ക്ലോസ് ചെയ്യുന്നത്. ഓട്ടോ സെക്ടർ പുതിയ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തപ്പോൾ മെറ്റൽ ഇൻഡെക്സ് 2% ഉയർന്നു. കർണാടക ഗവൺമെന്റ് ലെവി കുറയ്ക്കുന്നതിന്റെ വാർത്ത നമ്മൾ ഇന്നലെ പ്രീ മാർക്കറ്റിൽ കൊടുത്തതാണ്. ഈ ഒരു വാർത്ത കൊണ്ട് തന്നെ മാരുതി സുസുക്കി, ടാറ്റ മോട്ടോഴ്സ് എന്നിവ നല്ല നേട്ടമുണ്ടാക്കി. മാരുതി സുസുക്കി 4% നേട്ടമാണ് ഉണ്ടാക്കിയത്. ടാറ്റ മോട്ടോഴ്സ് 3% ഉയർന്നു. L&T ഡൗൺഗ്രേഡിനെ തുടർന്ന് ഇടിഞ്ഞു. വേദാന്ത ഇന്ററിം ഡിവിഡന്റ് പ്രഖ്യാപിച്ചതോടെ 5% സ്റ്റോക്ക് ഉയർന്നു. നിഫ്റ്റിയിലേക്ക് വീണ്ടും ഒരു സ്ട്രോങ് ബുള്ളിഷ് മൊമെന്റമാണ് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചത്. ഡൗൺ സൈഡിൽ 26,000 പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടായി കഴിഞ്ഞിരിക്കുന്നു. റൈസിംഗ് ചാനലിന്റെ അപ്പർ എൻഡ് ഉള്ളത് 26,560 ആണ്. ഈ ലെവലാണ് നമ്മൾ അപ്സൈഡിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ലെവലായി വരുന്നത്. 26,500 മുതൽ 26,560 വരെയുള്ളത് പ്രധാനപ്പെട്ട ഒരു ലെവൽ തന്നെയാണ്. അടുത്തതായി ഡെയിലി ക്യാൻഡിലാണ്. ഒരു ബുള്ളിഷ് മൊറബസു ഓപ്പൺ കാൻഡിൽ സ്റ്റിക് പാറ്റേണിന് സമാനമായ ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. ഇത്തരത്തിൽ ധാരാളം ക്യാൻഡിലുകളെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ക്യാൻഡിലുകൾ, കാൻഡിൽ സ്റ്റിക് പാറ്റേണുകൾ, സപ്പോർട്ട്, റെസിസ്റ്റൻസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ട്രേഡിങ്ങിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് പഠിക്കാനുള്ള ഒരു സുവർണാവസരം ഇവിടെയുണ്ട്. അത്തരത്തിൽ നമ്മുടെ സ്റ്റുഡൻസിന് ആർക്കെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ നമ്മൾ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യമായി 26,200 എന്ന ATM സ്ട്രൈക്കിൽ 15,956% വളരെ ശക്തമായ ഒരു ലോങ് ബിൽഡപ്പാണ് അവിടെ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ കോൾ സൈഡിൽ വെറും 48% വർധനവ് മാത്രമാണുള്ളൂ. അടുത്തത് 26,150 സ്ട്രൈക്കിൽ 2,851% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്, ശക്തമായ ലോങ് ബിൽഡപ്പ്. എന്നാൽ 18% ഇടിവാണ് കോൾ സൈഡിലുള്ളത്. ഒരു ഷോർട്ട് കവറിംഗ് ആണ് ആ സ്ട്രൈക്കിൽ കാണാൻ കഴിയുന്നത്. അടുത്തത് 26,250 സ്ട്രൈക്കിൽ 1,739% വളരെ ശക്തമായ ഒരു ലോങ് ബിൽഡപ്പ് പുട്ട് സൈഡിൽ കാണാം. എന്നാൽ 305% വർധനവാണ് കോൾ സൈഡിലുള്ളത്. ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിൽ കാണുന്നത്. 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു സംശയം കൂടാതെ പറയാൻ കഴിയുന്നത് നല്ല സ്ട്രെങ്ത്തിൽ നിൽക്കുന്നത് ഇപ്പോൾ പുട്ട് സൈഡ് തന്നെയാണ് എന്നാണ്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. ആദ്യം കോൾ സൈഡിൽ 27,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 26,200 സ്ട്രൈക്കിലും അതിനുശേഷം 26,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 26,000-ആണ്. അതിനുശേഷം 25,500 സ്ട്രൈക്കും അതിനുശേഷം 25,900 സ്ട്രൈക്കിലുമാണ്. അടുത്ത വീക്കിലെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 26,500-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 26,000-ഉമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 54,375-ൽ 273 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഒരു സൈഡ് വേസ് കൺസോൾട്ടേഷനിലായിരുന്ന ബാങ്ക് നിഫ്റ്റി, അതായത് 53,800-നും 54,300-നും ഇടയിലായിരുന്ന ബാങ്ക് നിഫ്റ്റിക്ക് ഇന്നലെ ഒരു ബ്രേക്ക് ഔട്ട് ലഭിച്ചു. അതൊരു ശുഭസൂചന തന്നെയാണ്. സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 54,000 മുതൽ 53,900 വരെയുള്ള ലെവലുമാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. 54,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 54,500 സ്ട്രൈക്കും അതിനുശേഷം 55,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 54,000-ആണ്. അതിനുശേഷം 53,500 സ്ട്രൈക്കും അതിനുശേഷം 53,000 സ്ട്രൈക്കിലുമാണ്.
ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 54,500-ലും സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 54,000-ലുമാണ്. ഇന്ത്യ വിക്സിലേക്ക് ഇന്നലെയും ഇന്ത്യ വിക്സ് 5.81% ഇടിഞ്ഞത്. 12 എന്ന റേഞ്ചിലാണ് ഇന്ത്യ വിക്സ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് 3 ദിവസം കൊണ്ട് ഏകദേശം 13% മുകളിലാണ് ഇന്ത്യ വിക്സ് ഇടിഞ്ഞത്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDE ആക്ടിവിറ്റിയാണ്. FIS ഇന്നലെ 629 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്തത്. DIs ആവട്ടെ 2,405 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. 2 ദിവസത്തെ സെല്ലിങ്ങിന് ശേഷം അവർ ബൈയിങ്ങിലേക്ക് തിരികെ എത്തി എന്നത് പോസിറ്റീവായി തന്നെ കാണാം. US മാർക്കറ്റിലേക്ക് ഇന്നലെ S&P 500 റെക്കോർഡ് ക്ലോസിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഡൗ ജോൺസ് 0.62% നേട്ടത്തിലും നാസ്ഡാക്ക് 0.6% നേട്ടത്തിലുമാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ വലിയ നേട്ടമുണ്ടാക്കിയ സ്റ്റോക്ക് മൈക്രോൺ ടെക്നോളജീസ് ആയിരുന്നു. ആദ്യപാദ വരുമാനം പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഫോർകാസ്റ്റ് ചെയ്തതോടെയാണ് സ്റ്റോക്ക് 15.78% ഉയർന്നത്. ഫിലാഡൽഫിയ സെമി കണ്ടക്ടർ ഇൻഡെക്സ് 3.77% ഉയർന്നു. ഇന്നലെ US ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റയാണ് പുറത്തു വന്നത്. പ്രതിവാര തൊഴിലില്ലായ്മ ക്ലെയിമുകൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഇടിഞ്ഞു. ഇത് ലേബർ മാർക്കറ്റ് സ്റ്റഡിയാണ് എന്ന് കാണിച്ചു തന്നു. മറ്റൊരു ഡാറ്റ കൂടി ഇന്നലെ പുറത്തു വന്നത് മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ അന്തിമ റീഡിംഗ് രണ്ടാം പാദത്തിൽ സമ്പദ് വ്യവസ്ഥ 3% വളർന്നതായി സ്ഥിരീകരിച്ചു. ഏതായാലും ഈ 2 ഡാറ്റകളും മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായി തന്നെയാണ് വന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഡാറ്റ പുറത്തു വരാനുള്ളത് ഓഗസ്റ്റ് മാസത്തെ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റയാണ്. ഇന്നാണ് ഡാറ്റ പുറത്തു വരുന്നത്. സെക്ടറുകൾ തിരിച്ചുള്ള കണക്കിലേക്ക് വന്നാൽ 11-ൽ 7 സെക്ടറുകളും ഇന്നലെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. മെറ്റീരിയൽസ് ആണ് ഇന്നലെ കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. 1.97% ഉയർന്നു. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ആദ്യം ഇൻഫോസിസ് 1.77% ഉയർന്നു. വിപ്രോ 2.17% നേട്ടമാണ് ഉണ്ടാക്കിയത്. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്തപ്പോൾ HDFC ബാങ്ക് 0.54% നേട്ടത്തിലും ക്ലോസ് ചെയ്തു. റിലയൻസ് ഇൻഡസ്ട്രീസ് 2% അടുത്ത് ഉയർന്നപ്പോൾ ഡോക്ടർ റെഡ്ഡി 0.5% ഉയർന്നത്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ്. ഡൗ ജോൺസ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ട്രേഡ് ചെയ്യുമ്പോൾ S&P 500 0.02% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റിലേക്ക് ഇന്നലെ ഏഷ്യ പസഫിക് മാർക്കറ്റുകളിലെ പോസിറ്റിവിറ്റി യൂറോപ്യൻ മാർക്കറ്റുകളിലും കാണാൻ കഴിഞ്ഞിരുന്നു. എല്ലാ യൂറോപ്യൻ മാർക്കറ്റുകളും പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. UK മാർക്കറ്റ് FTSE 0.20% നേട്ടത്തിലും ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 1.69% നേട്ടത്തിലും ഫ്രാൻസ് മാർക്കറ്റ് CAC 2.33% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. പാൻ യൂറോപ്യൻ സ്റ്റോക്ക് 600 1.25% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്തത്. എല്ലാ സെക്ടറുകളും അവിടെ പോസിറ്റീവിൽ തന്നെയായിരുന്നു. കൂടുതൽ നേട്ടമുണ്ടാക്കിയ സെക്ടർ ഹൗസ് ഹോൾഡ് ആയിരുന്നു. 4.6% ഉയർന്നു. മൈനിങ് സ്റ്റോക്കുകൾ 4.3%, ടെക് സ്റ്റോക്കുകൾ 3% ഉയർന്നു. മറ്റൊരു മുഖ്യമായ വാർത്ത കൂടിയുള്ളത് സൗദി അറേബ്യ തങ്ങളുടെ അനൗദ്യോഗിക എണ്ണവില ബാരലിന് $100 എന്ന ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറാൻ ഒരുങ്ങുന്നുവെന്ന് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ക്രൂഡ് ഓയിൽ വില 3% ഇടിഞ്ഞു. ഇതിനെ തുടർന്ന് ഓയിൽ ആൻഡ് ഗ്യാസ് സ്റ്റോക്കുകളും അവിടെ 3% ഇടിയുകയുണ്ടായി. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.02% നേട്ടത്തിൽ, CAC ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും FTSE 0.02% ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റിലേക്ക് ടോക്കിയോ ഇൻഫ്ലേഷൻ സെപ്റ്റംബറിൽ 2.2% കുറഞ്ഞു. നേരത്തെ അത് 2.6% ആയിരുന്നു. ഏതായാലും ചൈനീസ് ഗവൺമെന്റിന്റെ സ്റ്റിമുലസ് പാക്കേജ് ഇന്നും ഏഷ്യൻ മാർക്കറ്റുകൾക്ക് പോസിറ്റിവിറ്റി തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റുകളിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 26,359 എന്ന നിലയിലാണ്. 10 പോയിന്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇന്ന് നിഫ്റ്റിയിൽ ഏകദേശം ഒരു 45 പോയിന്റ്സിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിനാണ് സാധ്യതയുള്ളത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് 0.8% ഉയർന്നും തായ്വാൻ മാർക്കറ്റ് 0.6% നേട്ടത്തിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകളിലേക്ക് ഈ വർഷാവസാനം ഉൽപ്പാദനം വെട്ടിക്കുറയ്ക്കാൻ സൗദി അറേബ്യ പ്രതിജ്ഞാബദ്ധമാണെന്ന റിപ്പോർട്ടുകൾ വന്നതും എണ്ണവില ബാരലിന് $100 എന്ന അനൗദ്യോഗിക വിലയിൽ നിന്ന് പിന്മാറാൻ സൗദി തയ്യാറെടുക്കുന്നു എന്ന വാർത്തകൾ ഫിനാൻഷ്യൽ ടൈംസിൽ വന്നതോടെയും ഓയിൽ പ്രൈസുകൾ ഇന്നലെ വലിയ ഇടിവിലേക്കാണ് പോയത്. 3% ഇടിഞ്ഞു. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇന്നും ഇടിവിൽ തന്നെയാണ്. $70.62 പെർ ബാരൽ എന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 0.37% ഇടിവിലാണുള്ളത്. WTI ഉള്ളത് $67.22 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.66% ഇടിവിൽ WTIയും ട്രേഡ് ചെയ്യുന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, ഫിനാൻഷ്യൽ എക്സ്പ്രസ്, CNBC തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മറ്റുള്ളവയെല്ലാം ഞങ്ങളുടെ വ്യൂസാണ്. അത് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇവിടെ ഷെയർ ചെയ്യുന്നതും. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.